പിന്നെന്താ വാങ്ങിയത്? ചക്കര 100. ചക്കര 100. അപ്പോ 60. അപ്പൊ 7, 50, 60, 8, 10. അപ്പുറം ടീത്തൂൾ ഒരു പാക്കറ്റ്. അപ്പൊ 9, 60. അപ്പുറം സോപ്പ്. സൂപ്പാ? സോപ്പ്. സോപ്പ്. അപ്പൊ 13, 60. 13, 60. എന്റെ ഒന്നുമില്ലല്ലേ? അപ്പുറം തേങ്ങ എണ്ണ എവ്വളോ? 100. എന്റെ ഈശ്വര, ഇവക്കും കാമുകനോ? എടാ, ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനകത്തിട്ടവൻ ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കകത്തിട്ടവൻ ആരാന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി, എന്താ പ്രശ്നം? എനിക്ക് ഇപ്പൊ രണ്ടിലൊന്നറിയണം. ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? അത് ഉടനെ അറിയണം. എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ പേന, താനാണോടോ കത്തെഴുതിയത്? ആ പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടംകളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യക്ക് കത്തെഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണടാ തെണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ. ഞാനാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, ഇവൻ കമ്പ് കൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാൻ ഒത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്നടങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു വരാം. എങ്ങനെ നോക്കി ആളെ കണ്ടുപിടിക്കാം? ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ കുഴപ്പമില്ല. പക്ഷേ മേനോ സാറിന് കൈയക്ഷരം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നായരെ. താനെന്തോട് പറയുന്നു? എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പ്രേമലേഖനം എഴുതിയ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈയിഷ്ടം നോക്കണോ? അല്ല, ഇതൊരുപോലെ
പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ, അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോകാം, പക്ഷെ ഇനി സംശയം ഉണ്ടെങ്കിൽ വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. ദാ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളാ. അങ്ങോട്ട് ചെല്ലടോ. എന്തിനാ കിടന്ന് തള്ളുന്നേ? ഞാനിപ്പോ മൂന്നാ. എന്താ എഴുത. ദാ, എന്റെ തുമ്പപ്പൂ കുരുന്നേ, എന്റെ തുമ്പപ്പൂ കുരുന്നേ. എഴുത. ഇതല്ല, എന്തായാലുമില്ല. ആ, അടുത്തയാളാ. എടാ പോകുന്ന. പ്രേമലേഖനം എഴുതിയത് നീയല്ലേ? അതെന്നാ എന്റെ കയ്യില്? ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേടാ? അയ്യോ വിശ്വ, പതുക്കെ പതുക്കെ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലി കൊന്നുകളയും. നീ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു. അതും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കത്തെഴുതാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നു? അയ്യോ വിശ്വ, അത് ഞാൻ അവർക്ക് എഴുതിയതല്ല. പിന്നെ ആർക്കാണ്? അത് പിന്നെ ഞാന് അത് പറയടാ. അയ്യോ അവർക്ക് എഴുതിയത് തന്നെ. എടാ ഭയങ്കര. എന്റെ വിശ്വ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. നാട്ടുകാരിതറിഞ്ഞാൽ എന്റെ മാനം, ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്, ഞാൻ ഇനി ജന്മത്തെ ആവർത്തിക്കില്ല. ഇനി നിന്റെ സ്വന്തം അച്ഛന് പോലും കത്തെഴുതുന്നത് ഞാൻ കാണാനിട വരരുത്. ഇല്ല, ഇനി ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ പേന തുറക്കില്ല. ഓക്കെ, എനിക്കൊരു 50 രൂപ വേണം. 50 ചില്ലറയില്ല. സാരമില്ല, 100 പല ചെലവുകൾ ഉള്ളതാണ്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ. See you. എല്ലാരും വാ. മിനിസ്റ്റർക്ക് കൊടുക്കാനുള്ള നിവേദനവും പിന്നെ നമ്മൾ പിരിച്ചെടുത്ത തുക, പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവന രണ്ടും മിസ്റ്റർ വിശ്വനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ പ്രത്യേകമായ അഭ്യർത്ഥന തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ്. ആ നമ്പർ എന്തായാലും സാർ വരൂ, സാർ വാ. നമ്പർ 88037. ഔസേപ്പേ, ഇനി നിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടപ്പില്ല. കണക്ഷൻ കൊടുക്കാൻ വെള്ളം എവിടെ? മന്ത്രിയുടെ വീട്ടിൽ പോലെ ഇല്ലേ വെള്ളം? പിന്നെ ഇവിടെ അല്ലേ? 88037. മിനിസ്റ്റർ ഓഫീസ് താനെ. ഒരു സെക്കൻഡ്. Hello, can I speak to PWD minister?
പാടൻ ഐ എം വിശ്വനാഥ് ഹിയർ, മിനിസ്റ്റേഴ്സ് ക്ലാസ്മേറ്റ്. மினிஸ்டர் இப்ப இங்க இல்ல சார், கான்ஃபரன்ஸ் நடந்துகிட்டு இருக்கு. அது பரவாயில்ல, விஸ்வநாத் கூப்பிடுறதாக சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? எந்த இடம் நினைச்சு பேசுறீங்க? முத்துகிருஷ்ணன் எப்ப வரும்? முத்துகிருஷ்ணன் தான் மினிஸ்டர் பேர் சொல்லியா கூப்பிடுறது? யாரா நீ? என்ன பத்தி அவன் நிறைய சொல்லிருக்கா. அவனா உன்னை பற்றி சொல்றதா? ஸ்டூபிட். யாரா நீ? அவன் வைஃப் கேட்டாச்சா, வீட்டுல வர்றதுக்கு டைம் கிடைக்கலப்பா. டேய் பைத்தியக்கார ராஸ்கல், நீ எங்க இருந்து பேசுறது? தைரியம் இருந்தா சொல்லுடா, உன்னை இப்பவே நான் ஜெயிலுக்கு அனுப்புறேன். சொந்த விஷயம் கிடையாது. அவன் என்ன நினைச்சிட்டு இருக்கு? சிட்டில நிறைய இடத்துல அவன் வாட்டர் கனெக்ஷனே கொடுக்கலையே. என்ன? Shut up, you beggar. உடனடியா நடவடிக்கை எடுக்க சொல்லு. சரி சரி பண்றியா? நான் நேரடியா அங்க வரேன், வந்து பேசுறேன். சும்மா வேண்டாம், பார்ட்டிக்கு பார்ட்டி ஃபண்ட்ல டொனேட் பண்றேன். என்ஜினியரா? இல்ல, இன்ஜினியர் இங்க ஒண்ணுமே பண்ணல, அதுதான் பேசிட்டு இருக்க. மூஞ்சி உடைச்சிருவேன் ராஸ்கல். போங்கடா. முத்துகிருஷ்ணன் வந்தா விவரமா சொல்லுங்க, நான் நேரடியா அங்க வரேன். உங்க பேர் என்ன? ஓ, ராஜமாணிக்கமா? ராஜமாணிக்கம் உங்க அப்பா ஸ்கவுண்டர். ഓക്കെ ബൈ ബൈ. മൂപ്പരുടെ വൈഫ് അന്വേഷിച്ചെന്ന്. അവൻ ലവ് മാരേജ് ആയിരുന്നേ. രജിസ്റ്റർ ഓഫീസിൽ ഞാനായിരുന്നു സാക്ഷി. ഏതായാലും നാളെ തന്നെ മുത്തുകൃഷ്ണനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കായേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കെ.